ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു മിക്സി ജാറും ഒരു കുക്കറും മാത്രം മതി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാത്തിൻ്റെയും അളവെടുക്കുന്നത്. സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് തന്നെയാണ്. ഇതിൽ അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ക്യാരമൽ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ കേക്കിന്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ലോ ഫ്ലെയിമിലിട്ട് സാവധാനം ക്യാരമൽ ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇളക്കാൻ നിൽക്കരുത്. കുറച്ചുകൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആവി കയ്യിൽ തട്ടി പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ്സിൻ്റെ അടുത്തുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത ഫ്രഷ് ജ്യൂസാണ്. ഇനി നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ എടുക്കാവുന്നതാണ്. 3 കളറിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇതെല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് തൊലിയുടെ ഉൾഭാഗത്തുള്ള വെള്ളഭാഗം എടുക്കരുത്, പുറംഭാഗം മാത്രം ചെത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലേക്ക് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല. ബേക്കിംഗ് സോഡ കേക്കിന് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്, ഒരു നുള്ളു മാത്രം മതി. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് അരിച്ച ശേഷം നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക, വലിയ ജാർ എടുക്കുക. നന്നായിട്ട് തുടച്ച് വെള്ളമില്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി മിക്സി ജാറിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. ഇതിന് പകരം വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എടുക്കാവുന്നതാണ്. ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിതായിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഏകദേശം 2 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം.
പകുതി പൊടി ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദ അല്ല, ഇത് വേറെ മൈദയാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി കേക്കിൻ്റെ അടിഭാഗത്തോട്ട് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതാ കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്തും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ഭാഗം വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നന്നായി പൊന്തി വന്ന് വേകാനായിട്ട് ബുദ്ധിമുട്ടാവും. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 3/4 ഗ്ലാസ് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഇതുപോലെ റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. ഇനി കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ വാഷറും വിസിലും ഊരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും മറന്നു പോകരുത്. ഏകദേശം 1 മണിക്കൂർ വരെയെങ്കിലും ഇതുപോലെ വേവിക്കണം. ഇത് വെന്തോന്ന് നോക്കുക. ഇതുപോലെ ഒരു കോലെടുത്ത് ഒന്ന് കുത്തി നോക്കിയാൽ മതി. വെന്ത് കഴിഞ്ഞാൽ കോല് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് ഇതുപോലെ വെച്ച് ഇതൊന്ന് കമിഴ്ത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെയുള്ള ബട്ടർ പേപ്പർ മാറ്റി എടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും ഇന്ന് കേക്ക് ഉണ്ടാക്കിയാൽ നാളെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്